ഈ 4-ാം തീയതി ഒരു 200 രൂപ ചെലവാക്കിയിട്ടുണ്ടല്ലോ, അതെന്തിനായിരുന്നു? അത് അന്ന് സെൻഡ് ഓഫ് ഉണ്ടായിരുന്നു. അതിന് 200 രൂപ കൊടുത്തോ നീ? പിയൂൺ വരെ 100 രൂപയാണ് കൊടുത്തത്. അപ്പൊ പിന്നെ ഓഫീസേഴ്സ് ഈ 10-ാം തീയതി ഉള്ള 100 രൂപ അതന്ന് എനിക്ക്. ഹലോ, എന്തൊക്കെ ഉണ്ട് ബായ്? 80,000 രൂപ അത്ര ഉള്ള സൈക്കിളിന്? ഞാൻ വിചാരിച്ചു മിനിമം ഒരു 1,00,000 രൂപയെങ്കിലും ആവുന്നു. ഷുവർ, ഈ ആഴ്ച തന്നെ വാങ്ങിച്ചിരിക്കും. അടുത്ത ആഴ്ച തൊട്ട് രാവിലെ ഞാനും ഉണ്ട് നിങ്ങളുടെ സൈക്ലിങ്ങിന്. ഓക്കെ ഓക്കെ എന്നാ ശരി. 10-ാം തീയതി ഉള്ള 100 രൂപ അതന്ന് എനിക്ക് ബസ് മിസ്സായി. അപ്പോൾ ഓട്ടോ പിടിക്കേണ്ടി വന്നു. കഴിഞ്ഞ മാസവും 2 ദിവസം നിനക്ക് ബസ് മിസ്സായില്ലേ? സമയത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങണം. നാളെ മുതൽ 1/2 മണിക്കൂർ നേരത്തെ ഇറങ്ങ്. പേരുകട വരെ നടക്ക്. അവിടുന്ന് ഇഷ്ടം പോലെ ബസ് കിട്ടും, ഫെയറും കുറവാ. പിന്നെ ഈയിടെയായിട്ട് നിനക്ക് ഇച്ചിരി തടി കൂടുന്നുണ്ട്, നടക്കുമ്പോൾ സ്ലിം ആയിക്കോളും. ഈ 12-ാം തീയതി ഒരു 100 രൂപ ആണെന്നുള്ളൂ, അതെന്തോ? അതന്ന് ഓഡിറ്റ് കാരണം നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ചോറ് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഹരിയേട്ടൻ എന്തിനാ എന്റെ ATM കാർഡ്? ATM കാർഡ് നിന്റെ ഇരിക്കുന്നോണ്ടാണ് നീ ഇതാണൊക്കെ ചെലവാക്കുന്നത് ഓവറായിട്ട്. ഡെയിലി ചെലവിനുള്ള കാശ് ഞാൻ തന്നാ പോരെ? ഞാൻ തന്നോളാം. ATM കാർഡ് അത് വേണ്ട. ബാങ്കിൽ വരുന്ന ഒരുപാട് ആൾക്കാരുടെ വെൽത്ത് മാനേജറായി ജോലി ചെയ്യുന്ന എനിക്ക് എൻ്റെ പേഴ്സണൽ ഫിനാൻസും മാനേജ് ചെയ്യാൻ അറിയാം. ഹരിയേട്ടൻ്റെ ചെലവുകളൊന്നും ഞാൻ ചോദ്യം ചെയ്യാറില്ലല്ലോ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ക്രോസ് വിസ്താരം ചെയ്യുന്നത്? സാമ്പത്തിക സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതും ഗാർഹിക പീഡനമാണ്. സമത്വത്തിനും തുല്യനീതിക്കും വേണ്ടി ശബ്ദമുയർത്തൂ. കൂടെ ഞങ്ങളുണ്ട്.